ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുജി'sworld. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചമ്മന്തിയാണേ, ചക്കക്കുരു ചമ്മന്തി. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചക്കക്കുരു ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിന് അത്യാവശ്യം വേണ്ടത് ചക്കക്കുരു, പിന്നെ ഒരു നാളികേരം ഞാൻ അരമുറി എടുത്തിട്ടുണ്ട്, ചെരുകിയിട്ടില്ല. പിന്നെ ചുവന്ന മുളക്, കുറച്ച് കറി ലീവ്സ്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയുള്ളി. ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യം ഒരു കഷ്ണം പുളിയാണ്, ഞാൻ പുളിയും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ചക്കക്കുരു നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഇടുന്നത്. തൊലിയോട് കൂടിയിട്ടായാലും നമുക്കൊന്ന് അടുപ്പത്തോ അല്ലെങ്കിൽ ചട്ടിയിലോ ഇട്ട് ചുട്ടെടുത്തിട്ട് തൊലി കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ചുട്ടെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്, കാരണം നമ്മൾ വേറെ വേവിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ചുവന്ന മുളകൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൂട്ടാം കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചട്ടിയിൽ. നമ്മുടെ ഉള്ളികളൊക്കെ ഒന്ന് മൂപ്പിക്കാനാണ്. ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ കറി ലീവ്സ് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പുളി അരയ്ക്കുമ്പോൾ ചേർത്താലും മതി, ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് തേങ്ങ, ഞാൻ അരമുറി തേങ്ങ ചെരുകി വെച്ചു. ചെരുകിയത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചയ്ക്ക് അരച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉച്ചയ്ക്കും, ഞാൻ രാവിലെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തിനൊക്കെ എടുക്കണമെങ്കിൽ പച്ചയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കേടായി പോവും ചമ്മന്തി. അതുകൊണ്ട് കേടാവാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചാൽ നമുക്ക് വൈകുന്നേരം വരെയും കേടാവാതെ ചമ്മന്തി ഇരിക്കാൻ സഹായിക്കും. രുചിക്കും കുറവൊന്നും ഉണ്ടാവില്ല. വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആവാതെ ഇരുന്നാൽ മതി. നാളികേരം ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയെടുത്ത ശേഷം നമുക്ക് അരയ്ക്കാം. ചക്കക്കുരു ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് അരച്ചാൽ മതി. ചമ്മന്തിയാണ്. ഇത് അരച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പുളി ചേർത്തുന്ന കാരണം ചമ്മന്തിയിലൊരു പ്രത്യേക പുളി രുചിയും കൂടി ഉണ്ടായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഞാനും ആദ്യം എങ്ങനെയാവും എന്നൊക്കെ കരുതി, പക്ഷേ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രുചിയുണ്ട് ചോറിൻ്റെ കൂടെ. പ്രത്യേകിച്ച് ആ പുളി ചേർക്കുമ്പോഴാണ് ആ ചമ്മന്തിക്കൊരു രുചി കൂടുന്നത് കേട്ടോ. പുളി ചേർക്കാൻ മറക്കരുത്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ആ ചുവന്ന മുളകിൻ്റെ ആ ഒരു രുചിയൊക്കെ നമ്മുടെ ചമ്മന്തിക്ക് കൂടുതൽ നല്ല സ്വാദ് തരുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്